വായിൽ നാക്കുണ്ടെന്നും ആ നാക്കിന് എല്ലില്ല എന്നും വിചാരിച്ച് ആരെക്കുറിച്ച് എന്തും പറയാമെന്ന ധാരണയൊന്നും ആർക്കും എവിടെയും വേണ്ട. മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ വന്നാൽ പ്രമുഖരാണോ, MLA ആണോ, മുൻ മന്ത്രിയാണെന്നോ ഒന്നും നോക്കില്ല, തൂക്കിയെടുത്ത് ജയിലിലിടും. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ DMK MLA അനിത രാധാകൃഷ്ണൻ അറസ്റ്റിലായിരിക്കുകയാണ്. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്കെതിരെ വിവാദ പരാമർശം നടത്തിയതുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുൻ മന്ത്രിയായിരുന്നു ഇദ്ദേഹം. മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സ്റ്റാലിൻ മന്ത്രിസഭയിൽ അംഗമായിരുന്നത് കൂടാതെ 7 തവണ MLA ആയിട്ടുള്ള ഇദ്ദേഹം മന്ത്രിയുമായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പൊതുയോഗത്തിൽ വിജയ്ക്കെതിരായിട്ട് വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും പോലീസ് കേസെടുക്കുകയുമായിരുന്നു. സമൂഹത്തിൽ ഭിന്നതയും വിദ്വേഷവും സൃഷ്ടിക്കുന്ന ശ്രമങ്ങൾ അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ അനിത രാധാകൃഷ്ണൻ മദ്രാസ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതാണ്. എന്നാൽ ഇത് കോടതി തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. ജൂൺ 20-ന് തിരുച്ചെന്തൂരിനടുത്തുള്ള ആത്തൂരിൽ വെച്ച് നടന്ന മുൻ മുഖ്യമന്ത്രി M കരുണാനിധിയുടെ ജന്മദിനാഘോഷ പരിപാടിയിൽ പ്രസംഗിക്കവെയാണ് തിരുച്ചെന്തൂർ MLA ആയ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്കെതിരെ വിവാദ പരാമർശം നടത്തിയത്. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വിജയന്റെ ശരീരഭാഷയെയും മുൻകാല സിനിമാ ജീവിതത്തെയും പരിഹസിക്കുന്നതായിരുന്നു പ്രസംഗം. ഇതിനിടയിലാണ് അധിക്ഷേപ പരാമർശങ്ങൾ കടന്നു വന്നത്. മുഖ്യമന്ത്രി നിയമസഭയിൽ പെരുമാറുന്നത് കടയിൽ സാധനം വാങ്ങാൻ വരുന്ന ഒരു ഉപഭോക്താവിനെ പോലെയാണെന്നും രാധാകൃഷ്ണൻ പരിഹസിച്ചിരുന്നു. TVK ഭാരവാഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നാലെയാണ് MLA മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. രാധാകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് GK ഇളന്തിരയൻ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഒരു ജനപ്രതിനിധിയും മുൻ മന്ത്രിയുമായ വ്യക്തി മുഖ്യമന്ത്രിയുടെ പദവിയെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണെന്ന് കോടതി ഓർമ്മപ്പെടുത്തി. തമിഴ്നാട്ടിൽ 1967 മുതൽ സിനിമാ രംഗത്തു നിന്നുള്ളവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെന്നും അതിനാൽ ഇത്തരം പരാമർശങ്ങൾ ഒട്ടും അംഗീകരിക്കാനാകില്ല എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം അറസ്റ്റിന് പിന്നാലെ തമിഴ്നാട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി DMKയും രംഗത്തെത്തി. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനിടയിലാണ് രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തതെന്നും പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള സർക്കാരിന്റെ ഫാസിസ്റ്റ് നടപടിയാണിതെന്നും DMK MP കനിമൊഴിയും കുറ്റപ്പെടുത്തി. നടപടിയെ ശക്തമായി അപലപിക്കുന്നതായിട്ടും കനിമൊഴി കൂട്ടിച്ചേർത്തു. MLA അറസ്റ്റ് ചെയ്യുന്ന രംഗങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്, കാണാം. அட்வொகேட் வரட்டும், இந்த வேலையை முடிச்சுட்டு எங்க ஊரில் வரணும். இப்போ வந்து அட்வொகேட்லாம் வர முடியாது. அங்கே பெண்ணுக்கு சுப்ரீம் இது போடுறோம், மெயில் போடுறோம். 2 ஸ்பீடு சொல்லிங்க. அது அட்வொகேட் இல்லாமல் எங்கேயும் வர மாட்டேன். ஆமா
ஜெயில் போயிருக்கு. வரோம்